ലൂക്കായുടെ സുവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ആവശ്യം. നോക്കി, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എത്ര മനോഹരമാണ് അല്ലേ? ദൈവവുമായിട്ട്, മനുഷ്യനുമായിട്ട്, ചുറ്റുപാടുകളൊക്കെയുമായിട്ടൊരു ബന്ധം ആ പ്രാർത്ഥനയിൽ ഉരുത്തിരിയുന്നുണ്ട്. ഒരു കഥ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ആൻ്റണി ഡിമെല്ലോയുടെ പുസ്തകമാണ്. കൂരാക്കൂരി ഇരുട്ടത്ത് ആ സന്യാസി പ്രാർത്ഥിക്കാനിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷത്തിലൂടെ ആ സന്യാസി കടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ കുറേ തവളകളുടെ സ്വരം കേൾക്കുന്നത്. ഈ സന്യാസി വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവറ്റങ്ങളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയുകയാണ് സന്യാസി. ഒടുവിൽ ഈ സന്യാസി ചെവി പൊത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മുറി അടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഓരോ സമയം കഴിയും തോറും അന്തരീക്ഷം നിശബ്ദമാകുന്നതോടൊപ്പം ഇവയുടെ സ്വരവും കൂടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ സന്യാസിയുടെ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ സന്യാസി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ചിന്ത പ്രകാരമാണ് ഈ തവളകളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവയോടൊപ്പം നീയും പ്രാർത്ഥിക്കുക എന്ന് ദൈവം ഒരു ഉൾക്കാഴ്ച കൊടുക്കുന്നു. അങ്ങനെ ആ സന്യാസിയും തവളകളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ശിഷ്യന്മാർ ഈശോയുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ആവശ്യം ഇത് തന്നെയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. നോക്കിയേ, നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരുപാട് ബെറ്ററാണെന്ന് വിചാരിക്കും. പക്ഷേ എളിമയുള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈശോ പഠിപ്പിച്ച പോലെ ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ജീവൻ കൊടുക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലെ തന്നെ നമുക്കും എളിമയോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ, എത്ര മനോഹരമായിട്ടുള്ള പദമാണ് ഈശോ ചേർത്ത് വെച്ചിരിക്കുന്നത്. ക്ഷമയുടെ പാഠങ്ങൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാഠങ്ങളൊക്കെ കർത്തൃ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നു. നമുക്കും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അത് ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രാർത്ഥനയുടെ വഴികളിലൂടെ നടന്നുകൊണ്ട് ദൈവത്തോടും മനുഷ്യനോടും പ്രകൃതിയോടും ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.